ഹിന്ദി ഹൃദയഭൂമിയിലെ മോദിക്കാറ്റിൽ ബി.ജെ.പിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കോൺഗ്രസ് കോട്ടയാണ് മധ്യപ്രദേശിലെ ചിത്വാഡ മണ്ഡലം. ബി.ജെ.പിക്ക് ഒരു തവണ മാത്രം ഇരിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് മുതിർന്ന നേതാവ് കമൽനാഥ് 9 തവണയും ഭാര്യ അൽക്കയും മകൻ നകുൽനാഥും ഓരോ തവണയും വിജയിച്ചുകൊണ്ട് അടക്കി വാഴുന്ന മണ്ഡലം. അവിടേക്ക് ഇക്കുറി ബി.ജെ.പി ഇറക്കിയിരിക്കുന്നത് കഴിഞ്ഞ 2 തവണ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കമൽനാഥിനോട് തോറ്റ വിവേക് ഭണ്ഡി സാഹുവിനെ. കേരളത്തിൽ മൂന്നാമതും തൃശൂരിൽ സുരേഷ് ഗോപിയെ നിർത്തിയിരിക്കുന്നത് പോലെ എത്ര തോറ്റാലും പഠിക്കൂലെന്ന് വെച്ചാൽ എന്താ ചെയ്യാം. ചിത്വാഡയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും നിലവിൽ കോൺഗ്രസിനൊപ്പമാണ്. അതിനാൽ തന്നെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. ബി.ജെ.പിയേക്കാൾ ബഹുദൂരം മുന്നിൽ സഞ്ചരിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. മണ്ഡലത്തിൽ ഭൂരിഭാഗമുള്ള ഗ്രാമീണ ഗോത്ര മേഖലകളാണ് കോൺഗ്രസിന്റെ ഉറച്ച വോട്ട് ബാങ്ക്. ചിത്വാഡയിലെ കർഷകർക്കും ഗോത്രക്കാർക്കും വേണ്ടി പോരാടുകയും അവർക്ക് വേണ്ടി സഹായങ്ങൾ എത്തിക്കുകയും ചെയ്ത കോൺഗ്രസിന് കൈവിടില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും. കാലങ്ങളായി കമൽനാഥിന്റെ കുടുംബം അടക്കി വാഴുന്നെടുത്ത് 2 തവണ തോറ്റ വിവേകിനെ നിർത്തുന്നതിന് പിന്നിലെ അതിശയോക്തി എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. 2019 മധ്യപ്രദേശിൽ കോൺഗ്രസ് ജയിച്ച ഏക മണ്ഡലമായതുകൊണ്ട് തന്നെ ചിത്വാഡ അത് കോൺഗ്രസ് എടുക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് അധികാരത്തിലെത്താൻ അരയും തലയും മുറുക്കി കമൽനാഥ് ഒരുങ്ങിയിറങ്ങുമ്പോൾ സർവ്വ പിന്തുണയുമായി ദിഗ്വിജയ് സിംഗ് ഒപ്പമുണ്ട്. ബി.ജെ.പി രാമക്ഷേത്രം ഉയർത്തിക്കാട്ടുമ്പോൾ സ്വന്തം മണ്ഡലത്തിൽ ഹനുമാൻ ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ടാണ് കമൽനാഥ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. രാമായണം സീരിയൽ ഹനുമാനായി വേഷമിട്ട വിക്രം മസ്തലിനെ ബുധിനിയിൽ ചൗഹാനെതിരെ മത്സരിപ്പിക്കുവാനും കമൽനാഥ് മറന്നില്ല. അടിമുടി ജാതി മണക്കുന്ന മധ്യപ്രദേശിലെ രാഷ്ട്രീയ കഥകൾക്കും അതേ ജാതിച്ചൂരാണുള്ളത്. 54% വരുന്ന OBC വോട്ടുകൾ തന്നെയാണ് ഇത്തവണയും എല്ലാവരും ഉന്നം വെക്കുന്നത്. ഗോത്ര വിഭാഗത്തിനായി അക്ഷീണം പ്രവർത്തിക്കുന്ന നേതാവായതുകൊണ്ട് തന്നെ ചിത്വാഡ ഇത്തവണയും തന്നെ കൈവിടില്ല എന്ന പ്രതീക്ഷയിലാണ് കമൽനാഥ്.